ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കണ്ണനെ ആദ്യമായിട്ട് അംഗൻവാടിക്ക് വിടാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഷോർട്സിൽ പറഞ്ഞിരുന്നു ടീച്ചർ വന്ന് പറഞ്ഞ കാര്യമൊക്കെ. അപ്പോൾ അവൻ അംഗൻവാടി പോകണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അപ്പോൾ അവനെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാനിന്ന് രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അവൻ എണീക്കുമ്പോഴേക്കും അപ്പം ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തിയും ഉള്ളിയും തക്കാളിയും കൂടിയുള്ള ചമ്മന്തിയും ഉണ്ടാക്കി. അപ്പോൾ അവൻ എണീക്കണതിൻ്റെ മുന്നേ അതൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ റെഡിയാക്കാൻ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. 10 മണിയാകുമ്പോഴേക്കും ചെല്ലാനാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് തന്നെ അവിടെയും ഒരു കുട്ടിയുണ്ട്. അവന് 3 വയസ്സായിട്ടില്ല, അവന് 2.5 വയസ്സായിട്ടുള്ളൂ, 2.5-2.25 ആയിട്ടുള്ളൂ. അപ്പോൾ അവനെയും വെറുതെ ഇന്നൊന്ന് കൊണ്ടുപോയി ഇരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിക്കണത്. അവനും കൂടി ഉണ്ടെങ്കിൽ ഇവനൊരു സമാധാനമാവില്ല കണ്ണന്, അങ്ങനെ വിചാരിക്കണം. കണ്ണൻ പോണ സമയത്തേക്ക് എന്താവുമെന്നാവോ. ഇന്നാളെ അമൃതവാടി വാങ്ങാൻ പോയാൽ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, കരച്ചിലെന്ന് പറഞ്ഞാലും പോരാ, കുട്ടിക്ക് പേടി തട്ടിപ്പോയി, അതുണ്ടായത്. ടീച്ചറും എന്നെയും കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. ഞാനൊരു ദിവസം ഒരാവശ്യം ഉണ്ടായില്ല, വെറുതെ അവനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവൻ അവിടെ കുട്ടികളായിട്ടൊന്ന് കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്ന് മാറിയിരുന്നു. അവന് ഭയങ്കര പേടിയായി. അപ്പോൾ ഇപ്പോഴും ആ പേടിയാണ്. അമ്മ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി പോരില്ലേ എന്നാണ് ചോദിക്കണേ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും അവൻ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ചിലപ്പോൾ പറയും അമ്മ തരണം പറയും, ചിലപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. അങ്ങനെ ചെറുപ്പം തൊട്ടേ അവനൊരു 1 വയസ്സൊക്കെ ആയ ടൈം തൊട്ടേ അവന് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇടയ്ക്ക് പറയുക അമ്മ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാനും ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ അമ്മയുണ്ട് കേട്ടോ. ചേട്ടൻ്റെ അമ്മേനെയൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അമ്മേനെയും ചേട്ടനെയും ആരേനെയും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എന്താണെന്നും എൻ്റെ ഫാമിലി എങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയണ്ടാവില്ല. കാരണം ഞാനിവിടെ യൂട്യൂബിൽ പുതിയതായിട്ടാണ് വീഡിയോസ് ഇടുന്നതും ഒക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണൊരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കണ്ടേ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കണത് അതുപോലെ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ്, എൻ്റെ പേരെന്താണ്, എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്, എൻ്റെ വീട് എവിടെയാണ്, അതൊക്കെ എന്നെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഷൂട്ട് ചെയ്യാം, അത് ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ അവൻ അംഗൻവാടിക്ക് പോവാന്ന് അറിഞ്ഞപ്പോൾ അവനൊരു ഡൗട്ട് അടിച്ചു, അംഗൻവാടിക്ക് തന്നെ ആയിരിക്കും എന്ന്. അപ്പോൾ അവൻ ഡ്രസ്സ് ചെയ്യാനൊന്നും വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവൻ്റെ 3rd ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഡ്രസ്സ്. എൻ്റെ വീടിൻ്റെ അവിടെ അവനൊരു അമ്മൂമ്മയും ചേച്ചിയമ്മയൊക്കെ ഉണ്ട്, അമ്മു ചേച്ചി. അപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റായി അതിടാൻ. അങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവന് കുറേ സംശയങ്ങൾ, അമ്മ നമ്മളെങ്ങിട്ടാണ് പോണേ, അംഗൻവാടിക്കാണെങ്കിൽ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഡ്രസ്സിൽ പിന്നെ ഒരു ടെഡ്ഡിയുടെ ഒക്കെ ഫോട്ടോ ഉള്ളതുകൊണ്ട് അവൻ അതൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ടുട്ടുണ്ടോയെന്ന്. ടുട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കുട്ടി ഉണ്ടെന്ന്, അവനെ ടുട്ടു എന്നാണ് വിളിക്കുക. അപ്പോൾ ടുട്ടുണ്ടോ, ടുട്ടുവിൻ്റെ കൂടെയാണോ നമ്മൾ പോണത് എന്നൊക്കെ ചോദിച്ചു. അവനവിടെ റെഡിയായി ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇവൻ കണ്ടു. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സൺസ്ക്രീൻ, പുറത്തിറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീൻ മാത്രമേ തേക്കാറുള്ളൂ കേട്ടോ. ഡോക്ടർസത്തിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ റെഡിയാകുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കുക തന്നെയാണ്. അവൻ അംഗൻവാടിക്ക് പോകണമെന്ന് പാവത്തിന് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ചോക്ലേറ്റൊക്കെ വാങ്ങാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് ബാഗൊന്നും എടുക്കണില്ല. ബാഗൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കരച്ചില്ല.
അപ്പോൾ ടീച്ചർ പറഞ്ഞു ആദ്യം ഒരു 4 ദിവസം നീ അവൻ്റെ കൂടെ വായോ, എന്നിട്ട് വെറുതെ അവനെ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തുക അവിടെ. അപ്പോൾ അവൻ അവിടുത്തെ കുട്ടികളെയായിട്ടും ടീച്ചറായിട്ടും ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, കരച്ചിലൊക്കെ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗും സാധനങ്ങളും ഒന്നും എടുക്കണില്ല. ഒരു അര കിലോമീറ്ററും ഇല്ല, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അടുത്ത് തന്നെ അംഗൻവാടി. അപ്പോൾ പോയി വരാനൊക്കെ സുഖമാണ്. അപ്പോൾ അവൻ നടന്നു വരണ്ട, അവൻ ആ വഴിക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി കേട്ടോ. പിന്നെ അവൻ ടുട്ടുവിനെയും കണ്ടപ്പോൾ പിന്നെ അങ്ങനെ നടന്നു. ടുട്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ അവിടെ അംഗൻവാടി കണ്ടപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി കണ്ണൻ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ പിടിച്ച് എൻ്റെ മടിയിലിരുത്തി. പക്ഷേ ആൾക്ക് ഭയങ്കര സങ്കടം. സങ്കടം വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറമേ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവൻ ഇങ്ങനെ ഉറക്കെ കരയില്ല, അവനിങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിക്കും ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മടിയിലിരുത്തി. ടീച്ചർ പൂവ് കൊടുത്തിട്ടൊന്നും വാങ്ങണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ അവൻ മുഖത്തേക്ക് നോക്കണ്ടായിരുന്നില്ല, ടീച്ചറുടെ തല താഴ്ത്തി പിടിച്ചിട്ട് ആരേനെയും നോക്കണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ ഓരോന്ന് ചോദിക്കണ്ടായിരുന്നു, അതിനൊന്നും റിയാക്ട് ചെയ്യാതെ തലയെ താഴ്ത്തി പിടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് സ്നാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഉഷാറായി കേട്ടോ. അവന് അത്രയും നേരം നിലത്തിറങ്ങാതെ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. സ്നാക്സൊക്കെ കിട്ടിയപ്പോൾ അവൻ തന്നെ ഇരുന്നു, കുഴപ്പമില്ല, ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. ബാക്കി പിള്ളേരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഓരോരുത്തരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഒരു കോലുമിഠായി കൊടുത്തു അവിടുന്ന് ടീച്ചർ. നിങ്ങളുടെ അവിടേക്ക് എന്താ കോലുമിഠായി തന്നെയല്ലേ പറയുക എല്ലാവരും? അപ്പോൾ ആ കോലുമിഠായി കൊടുത്തപ്പോൾ അവനത് കട്ട് ചെയ്യാൻ, അതിൻ്റെ കവർ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവനെ ടീച്ചറുടെ അടുത്തേക്ക് വിട്ടു, ടീച്ചർ കട്ട് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടണില്ല, തല താഴ്ത്തി നിൽക്കുക. പാവം തോന്നും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ എന്താ ചെയ്യുക, അതൊന്ന് ശീലമായി വരണ്ടേ. അങ്ങനെ ടീച്ചർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അവനൊന്നും പറയണില്ല. അവൻ ആ മിഠായി വാങ്ങിയിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു. കുഴപ്പമില്ല, കുറച്ച് ദിവസം ഇരുന്നാൽ ശരിയാവും തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ അവനെ എടുത്ത് മടിയിലൊക്കെ ഇരുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവന് കരച്ചിൽ വന്നു. അപ്പോൾ പിന്നെ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, ഇന്ന് കൊണ്ടുപോയിക്കോ, ഇനി തിങ്കളാഴ്ച കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി, കുറച്ച് ദിവസം ഇരുന്നാൽ ശീലമായിക്കോളും. വീട്ടിൽ വന്നപ്പോൾ പിന്നെ അതിൻ്റെ വിഷമമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ട് പിന്നാലെ ഒരു ഐസ്ക്രീം വണ്ടി വന്നത്. അപ്പോൾ അവന് ഐസ്ക്രീം വേണമെന്നായി. പിന്നെ ഇന്ന് കുറേ കരഞ്ഞതല്ലേ, അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.